സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. നമുക്കറിയാം, കാലം എന്ന് പറയുന്ന ഒരു പ്രവാഹമാണ്. കാലം നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളും പ്രതിബന്ധങ്ങളും തരും. ഇപ്പൊ സമൂഹത്തിന് വേണ്ടത്, അല്ലെ ലോകത്തിന് വേണ്ടത്, ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുമുള്ള എന്തൊക്കെ സംവിധാനങ്ങളാണോ അതാണ് ലോകത്തിന് ആവശ്യം. ഇപ്പൊ ഭാരതത്തെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. ആണെങ്കിൽ പോലും ഭാരതം ബേസിക്കലി ഒരു അഗ്രേറിയൻ എക്കണോമിയാണ്. ഏകദേശം ജനസംഖ്യയുടെ 80% ആൾക്കാർ കൃഷിക്കാരായിരിക്കുന്ന ഒരു എക്കണോമിയാണ് ഭാരതം. നമുക്കറിയാം, കാലം പോകുന്തോറും ഈ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് എക്കാലവും നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ചലഞ്ചാണ് ഇത്രയും ആൾക്കാർക്ക് ആഹാരം നൽകുക എന്നുള്ളത്. അതിന്റെ കൂട്ടത്തിൽ കൃഷി എന്ന് പറയുന്ന ഒരു വ്യവസായമോ അല്ലെങ്കിൽ ഒരു തൊഴിലോ പാട്ടോ ഉണ്ടാക്കി അതിനെ എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടു നടക്കാം, എങ്ങനെ നല്ല ക്രോപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് അത് നേടാൻ പറ്റും. കാര്യം മണ്ണ് പറയുന്ന സാധനം ഒരിക്കലും എക്സ്പാൻഡ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അവൈലബിൾ ലാൻഡ് ഫോർ ഫാമിംഗ്, കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയുക്തമായിട്ടുള്ള ഭൂമിയുടെ അളവ് വാസ്തവത്തിൽ കുറഞ്ഞു വരികയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ലോകത്തിന് വേണ്ട ആഹാരം നൽകാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താം, മണ്ണിനെ നശിപ്പിക്കാതെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട്, ഇതൊക്കെ ലോകം ഫേസ് ചെയ്യുന്ന വലിയ ചലഞ്ചുകളിലൊന്നാണ്. വൺസ് അഗൈൻ, ലോകത്ത് ഇതുപോലുള്ള ഏത് അവസ്ഥയിൽ, ഏത് സാഹചര്യത്തിനും ലോകം ഒരു ചലഞ്ച് ഫേസ് ചെയ്യുമ്പോൾ ലോകത്തിന് എപ്പോഴും ഒരു വഴികാട്ടിയായിട്ട് നിന്നിട്ടുള്ള, ദീപസ്തംഭമായിട്ട് നിന്നിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. ഭാരതത്തിൽ ഇന്നിപ്പോൾ ഒരു വലിയ ഒരു റവല്യൂഷൻ നടക്കുന്നുണ്ട്. അതിന്റെ പേര് ഭാഗ്യവശാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലരും പല രീതിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്. ആ വിഷയത്തെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമുക്ക് ഏതൊക്കെ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നുള്ള, ഈ മേഖലയിൽ തൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള, ഒരുപാട് പേർക്ക് മാർഗനിർദ്ദേശങ്ങളും പ്രത്യാശയും നൽകുന്ന, പലർക്കും ഒരു ഗൈഡായിട്ടുള്ള ശ്രീ ജെയ്സ് പോളാണ്. അദ്ദേഹത്തിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ആ അറിവ് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട്, പ്ലാറ്റ്ഫോമിൽ പുതിയതായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പുതിയൊരു ഉൾക്കാഴ്ച നൽകാൻ വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ജെയ്സ് പോൾ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നന്ദകിഷോർ സാറ് വളരെ മനോഹരമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ജെയ്സ് എന്നാണ്, സ്ഥലം കട്ടപ്പനയാണ്. സാറേ, വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? വോയിസ് ക്ലിയർ ആണ്, വീഡിയോ ക്ലിയർ ആണ്. ഓക്കെ സാറേ, എന്നാൽ സമയം കളയുന്നില്ല, ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുവാണ്. സാറേ, സ്ക്രീൻ ക്ലിയർ ആണല്ലോ അല്ലേ? അതെ, ഫുൾ സ്ക്രീൻ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നന്ദകിഷോർ സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് റവല്യൂഷൻ, ഏറ്റവും വലിയൊരു റവല്യൂഷൻ വരാൻ പോകുന്നതാണ് ഓർഗാനിക് റവല്യൂഷൻ എന്ന് പറയും. അഗ്രികൾച്ചർ മേഖലയിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള വലിയ മാറ്റങ്ങൾ. നമ്മളിപ്പോഴും പലരും പണ്ട് കാലത്തുള്ള ആ രീതിയിലുള്ള കൃഷി രീതികളുമായിട്ട് പോകുന്നു. ഒരുപാട് ഡിഫറൻ്റ് അല്ലേ? ഇന്നിപ്പോ മണ്ണ് പോലും ഇല്ലാതെ ആൾക്കാർ കൃഷി ചെയ്യുന്ന രീതി, ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫാമിംഗ് പോലെ മണ്ണ് പോലും ഇല്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതിയിലേക്ക് ആളുകൾ മാറി, രാജ്യങ്ങൾ മാറി. ഇപ്പോഴും നമ്മൾ പഴയ രീതിയിലുള്ള ചാണകം കലക്കി ഒഴിക്കും, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് ഡെവലപ്പായി നമ്മുടെ അഗ്രികൾച്ചർ മേഖല. നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ കമ്പനി നമുക്കായിട്ട് വണ്ടർഫുൾ ആയിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകളാണ് ആ റേഞ്ചിൽ നമുക്ക് തന്നത്. ഓക്കെ, ഫസ്റ്റ്, ഇമ്പോർട്ടൻ്റ് ഓഫ് അഗ്രികൾച്ചർ റവല്യൂഷൻ. ഈ അഗ്രികൾച്ചർ റവല്യൂഷന്റെ ഒരു പ്രാധാന്യം നമുക്ക് നോക്കാം. നോക്കിയിട്ടുണ്ടെങ്കിൽ മണ്ണും മരങ്ങളും ചെടികളും മനുഷ്യന്റെ ശരീരവും എല്ലാം ബന്ധപ്പെട്ട് തന്നെ കിടക്കും. ഇതിൽ ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? നോയിസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു.
മണ്ണില്ലെങ്കിൽ മരങ്ങളില്ല, മരങ്ങളും മണ്ണും ഇല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി ഇല്ല. അത് മാത്രമല്ല, ഈ ഏകദേശം സ്ട്രക്ചറും ഈ മരങ്ങളുടെയും മനുഷ്യ ശരീരവും തമ്മിലുള്ള സ്ട്രക്ചറും ഏകദേശം ഒരേപോലാണ്. കാരണം രണ്ടും ജീവനുള്ളതാണല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന്റെ വേണ്ട എസെൻഷ്യൽ ന്യൂട്രീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രീഷൻസ് അതുപോലെ തന്നെ മാക്രോ ന്യൂട്രീഷൻസ് 2 ടൈപ്പാണ് അല്ലേ. അതിൽ വാട്ടർ, എയർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. അത് മൈക്രോ ന്യൂട്രീഷൻസിലാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻറ്റ്, ഫൈബർ, അങ്ങനെ ഒരു കാറ്റഗറി 2 ടൈപ്പ് മാക്രോ ന്യൂട്രീഷൻസ്, മൈക്രോ ന്യൂട്രീഷൻസ്. നമുക്ക് സസ്യങ്ങളിലും അല്ലെങ്കിൽ പ്ലാന്റിലും സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ നോക്കിയിട്ടുള്ള ഒരു വ്യത്യാസം, ഈ പ്ലാന്റുകളിൽ നമുക്ക് കൂടുതലായിട്ട് ന്യൂട്രീഷൻ വേണം. മനുഷ്യ ശരീരത്തിനേക്കാൾ കൂടുതൽ ന്യൂട്രീഷൻസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതും മൈക്രോ ന്യൂട്രീഷൻസ്, മാക്രോ ന്യൂട്രീഷൻസ് തന്നെയാണ്. അതിൽ എന്തൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അതുപോലെ തന്നെ സെക്കൻഡറി മാക്രോ ന്യൂട്രീഷൻസ് ആയിട്ട് വരുന്നത് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രീഷൻസിൽ അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, മാഗ്നസ്, അതുപോലെ ബോറോൺ, സിങ്ക്, മോളിബിഡിനം, കൊബാൾട്ട്, ക്ലോറിൻ, അതുപോലെ തന്നെ നിക്കൽ, സോഡിയം, സിലിക്കോൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ഓരോ ന്യൂട്രീഷൻസിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ചില ന്യൂട്രീഷൻസ് പോഷകങ്ങളെ വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു, വെള്ളത്തിനെ ക്യാരി ചെയ്യുന്നു, ചെടിയുടെ മെച്ചപ്പെടുത്താൻ, അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം മെച്ചപ്പെടുത്താൻ ഓരോ ന്യൂട്രീഷൻസിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, വെസ്റ്റീജ് കമ്പനി നമ്മൾക്ക് വേണ്ടി മോഡേൺ ബയോടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകളാണ് നമ്മൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു ഹ്യൂജ് ടേൺ ഓവർ, വലിയൊരു റെവല്യൂഷൻ, ഇനി വരാൻ പോകുന്ന ഒരു റെവല്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വെൽനസ് റെവല്യൂഷൻ എന്ന് ഇത് ഓൾറെഡി വെൽനസിന്റെ ഒരു പാർട്ട് തന്നെയാണ്. വിഷരഹിതമായിട്ടുള്ള കൃഷി രീതി, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, അതിന്റെ മെയിൻ ആ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതേ മെത്തേഡിൽ നമ്മൾ കൃഷി ചെയ്യണം, വിഷരഹിതമായിട്ടുള്ള കൃഷി ചെയ്യണം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ വെസ്റ്റീജ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സേവ് സോയിൽ, മണ്ണാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ആ മണ്ണിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മരങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഈ മരങ്ങളും സസ്യങ്ങളും സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലോ ഹ്യൂമൻ ബോഡിയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും, ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ ഭൂമിയെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പൊ സേവ് സോയിൽ, അതാണ് നമ്മുടെ ആപ്തവാക്യം അഗ്രിയുടെ സെഷനിലെ കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മോഡേൺ ബയോടെക്നോളജി, നമ്മൾക്ക് വെസ്റ്റീജ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചറിന്റെ ആ ഒരു ടെക്നോളജി വന്നിട്ട് മോഡേൺ ബയോടെക്നോളജി എന്നാണ് പറയുന്നത്. ഇതിൽ നോക്കി പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിലൊന്ന് നാനോ ടെക്നോളജി. എന്താണ് നാനോ ടെക്നോളജി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചെടികൾക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യത്തക്ക രീതിയിൽ, അതായത് വളരെ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് ഒരു ചെടിക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ന്യൂട്രീഷൻസിനെ മാത്രം ചെറിയ മോളിക്യൂൾസ് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനാണ് ശരിക്കും പറഞ്ഞാൽ നാനോ ടെക്നോളജി. അതായത് ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരു 10 കിലോ ചാണകപ്പൊടി കൊണ്ടിടുന്നതിന് പകരം അവിടെ 10 ലിറ്റർ വെള്ളത്തിൽ ഒരു 15 മില്ലി ഹ്യൂമിക്കിന്റെ ലിക്വിഡ് ചേർത്ത് സ്പ്രേ വിടാം. അത് അളവ് കുറച്ചുകൊണ്ട് കിലോ കണക്കിന് ഇടുന്നതിന് പകരം അവിടെ ഗ്രാം കണക്കിന് മതി, അല്ലെങ്കിൽ മില്ലി സൈസിൽ മതി. അതാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ന്യൂട്രീഷൻസ് ഡയറക്റ്റ് നമ്മൾ ചെടികളിലേക്ക് കൊടുക്കുന്ന ആ ഒരു രീതി. അതുപോലെ തന്നെ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലേറ്റഡ് ടെക്നോളജി എന്ന് പറയും. എന്താണ് ചിലേറ്റഡ് ടെക്നോളജി എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇന്നിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെടികൾ വെക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപക്ഷെ ചെടികൾ നടുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വളങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ചെടി നട്ടതിന് ശേഷം വളങ്ങൾ ചെയ്യാം. ഈ ഓവറായിട്ട് വളങ്ങൾ ചെയ്യുന്ന മൂലം മണ്ണിന്റെ pH ലെവലിൽ ഒരുപാട് വ്യത്യാസം വരും. ഇത് മണ്ണ് തന്നെ നശിക്കാൻ കാരണമാവും. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത, ഈ ചിലേറ്റഡ് ടെക്നോളജി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് ഇൻ കേസ് കൂടിപ്പോയാലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് മൂലം മണ്ണിന് യാതൊരുവിധ കേടുപാടും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ടെക്നോളജിയാണ് ഫോളിയാർ ടെക്നോളജി. ഡയറക്റ്റ് സസ്യങ്ങളിലേക്ക് അതിന്റെ ഇലയിലേക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കുന്നു. നോർമലി നമ്മൾ ചോട്ടിലാണ് കൊണ്ട് വളം ചെയ്യാറ്, എന്നാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് സ്പ്രേ രൂപത്തിൽ അതിന്റെ തണ്ടിലും ഇലയിലുമായിട്ട് സ്പ്രേ ആയിട്ട് കൊടുക്കാം. അത് സെല്ലുകൾ വഴി അതിന്റെ സൂക്ഷ്മ സുഷിരങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമറ്റ വഴി നേരെ ചെടിയുടെ ഉള്ളിൽ കയറി വർക്ക് ചെയ്യും. നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നിലവിൽ ഇന്ത്യയിൽ
പ്രത്യേകിച്ച് കേരളത്തിൽ നാനോ ടെക്നോളജി മറ്റു ഒരുപാട് കമ്പനി ചെയ്യുന്നുണ്ട്, ഫോളിയാർ ടെക്നോളജിയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചിലേറ്റഡ് ടെക്നോളജി വെസ്റ്റീജ് മാത്രമേ നിലവിലുള്ളൂ. കാരണം ഒരുപാട് കമ്പനിക്കാർ നാനോ ടെക്നോളജി മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫോളിയാർ ടെക്നോളജി ഉണ്ട്. പക്ഷെങ്കിൽ മണ്ണിന് ദോഷകരമല്ലാത്ത രീതിയിൽ, അതും വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ വെസ്റ്റീജ് കമ്പനിയാണ് ഈ പ്രൊഡക്റ്റിൽ, അതായത് ഈ ചിലേറ്റഡ് ടെക്നോളജി എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഈ 3 ടെക്നോളജികളും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മോഡേൺ ബയോടെക്നോളജി എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ. ഓക്കെ, നമുക്കതിൽ ഫസ്റ്റ് സെഷൻ പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗ്രി ഹ്യൂമിക്, അതുപോലെ തന്നെ ഹ്യൂമിക്കിന്റെ ഗ്രാനുവൽ. ഹ്യൂമിക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാടുകളിൽ അല്ലെ വനങ്ങളിൽ ഈ ഇലകളും കമ്പും മരച്ചില്ലകളും എല്ലാം വീണ് അഴുകി അവിടെ ഒരു കറുത്ത ഒരു മണ്ണ് ഫോം ചെയ്യും, ഒരു ലെയർ, ഹ്യൂമാസ് അല്ലെങ്കിൽ ഹ്യൂമിക് സബ്സ്റ്റൻസ് എന്നൊക്കെ പറയും. അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമിക്. നമ്മുടെ ഈ ഹ്യൂമിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അത് 6% ആണ് ഹ്യൂമിക് സബ്സ്റ്റൻസ്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഹ്യൂമിൻ ആസിഡും ഫൾവിക് ആസിഡും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ ഇത് 2 ടൈപ്പാണ്. നമുക്കൊന്ന് ഗ്രാനുവൽ രൂപത്തിലും പിന്നെ ഒന്ന് ലിക്വിഡ് ഫോമിലുമാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉള്ളത്. ഫസ്റ്റ് നമുക്ക് ഗ്രാനുവൽ തന്നെ നോക്കാം. ഹ്യൂമിക് ആസിഡിന്റെയും ഹ്യൂമിൻ ആസിഡിന്റെയും ഫൾവിക്കിന്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ഹ്യൂമിക് ഗ്രാനുവൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സോയിൽ ആപ്ലിക്കേഷനാണ്. നമുക്ക് മണ്ണിൽ ഡയറക്റ്റ് ചെടികളുടെ ചോട്ടിൽ മണ്ണിൽ ഇട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ്. അത് മാത്രമല്ല, ഇത് നനവുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ കേട്ടോ. നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിന് നനവില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഇതിന്റെ മെയിൻ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, മണ്ണിന്റെ pH ലെവൽ അസിഡിക് ലെവലിൽ നിന്നും ആൽക്കലൈൻ ലെവലിലേക്ക് മണ്ണിനെ മാറ്റാൻ വേണ്ടി ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. മണ്ണിന്റെ pH കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല, ചെടികളുടെ റൂട്ട് വേര് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആകാനും ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഡോസേജ് വരുന്നത് ഒരു ചെടിക്ക്, ഇപ്പം വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം വരെ, അത് മരങ്ങളൊക്കെ ആണെങ്കിൽ 100 ഗ്രാം, ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ 50 ഗ്രാം, ചെറിയ പൂച്ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20 ഗ്രാം, അങ്ങനെ നൈസായിട്ട് ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. മറ്റ് വളങ്ങളുടെ കൂട്ടത്തിൽ ഫില്ലറായിട്ട് വേണമെങ്കിലും ചേർത്തിടാം. ഇപ്പോൾ നമ്മുടെ വേപ്പും പിണ്ണാക്കോ അല്ലെങ്കിൽ ഈ ചാണകപ്പൊടി, ഇതിൻ്റെ കൂടെ നമുക്കിത് മിക്സ് ചെയ്ത് കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. കാരണം ഒന്ന് ചിലവ് കുറയ്ക്കാൻ സാധിക്കും. അത് ഫില്ലറായിട്ട് ഇട്ട് നമുക്ക് കൂടുതൽ ഏരിയയിലേക്ക് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത് ഹ്യൂമിക്കിന്റെ ലിക്വിഡ് ആണ്. ഇതും വരുന്നത് ഹ്യൂമിന് ഫൾവിക് ആണ് കോമ്പിനേഷൻ വരുന്നത്. അതിൻ്റെ അകത്ത് ഇതിന്റെ പ്രത്യേകത, ഇത് ലിക്വിഡ് ഫോം ആണ്, സ്പ്രേ ആണ്. നമുക്ക് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കലക്കി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. മെയിൻ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഒന്ന് ഫൾവിക് ആസിഡ്. ഫൾവിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കെമിക്കൽസും അല്ലെങ്കിൽ രാസവളങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള പറമ്പാകാം, അല്ലെങ്കിൽ മണ്ണിന്റെ ബാലൻസ് ഒക്കെ തെറ്റിക്കുന്നതാകാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ, പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ് ഒക്കെ മൂലം ചെടികൾക്കുള്ളിൽ ടോക്സിൻസ് ഉണ്ടാവും. ഈ ഫൾവിക് ആസിഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടിയെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യും. നമ്മുടെ ഹ്യൂമൻ ബോഡിയെ പോലെ തന്നെ ചെടികളിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ ഇത് റിമൂവ് ചെയ്ത് അതിനെ ഫ്രഷ് ആക്കും. അങ്ങനെ ഫ്രഷ് ആക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആവും, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെടി ഗ്രോത്ത് ആവും. അതുപോലെ തന്നെ ഹ്യൂമിക് സബ്സ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹ്യൂമിക് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഹ്യൂമിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവികളുടെ ഡെഡ് ബോഡിയിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയ, അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ജൈവ ജീവാണു എന്നൊക്കെ പറയാം, അതും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡോസേജ് വരുന്നത് 100 ലിറ്റർ വെള്ളത്തിൽ 150 മില്ലി, നമ്മൾ ഇവിടുത്തെ കണക്കാട്ടോ 100 എന്ന് പറയുന്നത്, 10 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലി, 10 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലിയാണ് ഡോസേജ്. നമുക്കിത് സ്പ്രേ ആയിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കലക്കി ചൂട്ടിലാണെങ്കിൽ ഒഴിക്കാം. ഏറ്റവും വലിയൊരു വ്യത്യാസം ഞാൻ പറയാം. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ നോർമലി ഒരു ചെടിയുടെ ചൂട്ടിൽ ഒരു കൊട്ട നിറച്ചും ചാണകം കൊണ്ടിടുവാന്ന് വെച്ചു, ചെടി അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ചെടിക്ക് വേണ്ട ന്യൂട്രീഷൻസ് മാത്രം വലിച്ചെടുക്കും. ഏകദേശം നമ്മൾ ഇട്ടത് ഒരു കൊട്ടയാകാം, പക്ഷെങ്കിൽ ചെടി എടുക്കുന്നത് ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം ആയിരിക്കും അതിൻ്റെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ. അവിടെയാണ് ഈ ഹ്യൂമിക് ഗ്രാനുവലിന്റെയും ഹ്യൂമിക് ലിക്വിഡിന്റെയും പ്രത്യേകത. ഇത് ഹ്യൂമിക് ലിക്വിഡ് ആണെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലി മതി, വളരെ നൈസായിട്ട് ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതല്ല സ്പ്രേ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ, അത്യാവശ്യം വലിപ്പമുള്ള ഇടാണ് 2 ലിറ്റർ, ആ ലീഫിൽ ഇലയെ മാത്രം സ്പ്രേ ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ അത്ര ഈസിയാണ്. നാനോ ടെക്നോളജി നമുക്ക് അളവ് കുറയ്ക്കാം, നാനോ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹ്യൂമിക് സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റിൽ അതിൽ വേരിന് വന്നിട്ടുള്ള ഗ്രോത്ത് നോക്കാം. ഈ കൺട്രോൾ എന്ന് പറയുന്നത് ഹ്യൂമിക് ഉപയോഗിക്കാതുള്ളതാണ്. താഴെ ഹ്യൂമിക് ചേർത്തിട്ടുള്ള ആ വേരും അത് ചേർക്കാനുള്ള വേരിന്റെ ആ ഒരു വ്യത്യാസമുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് അതിൽ ചെറിയ പൊടി വേരുകൾ എന്ന് പറയും, വളം വലിച്ചെടുക്കാനുള്ള പൊടി വേരുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അതിൽ ഫോം ആയിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മഴ മൂലം ന്യൂട്രീഷൻ മണ്ണിലെ പോഷകങ്ങൾ, അത് ടോപ്പ് ലെയർ മണ്ണിൻ്റെ ഏറ്റവും മേൽമണ്ണിലുള്ള പോഷകങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കഴിവ് മണ്ണിനുണ്ടാകും. അത് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. മണ്ണിന് വായു സഞ്ചാരമുള്ളതാണ്. മേളത്തെ ലെയർ അങ്ങ് ഒഴുകി അങ്ങ് പോകുന്ന രീതിയില്ല, അത് മണ്ണിന് ഉള്ളിലേക്ക് ഇറങ്ങി അവിടെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു കഴിവ് ഈ ഹ്യൂമിക് ലിക്വിഡിനും അതെ ഗ്രാനുവൽസിനും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉപയോഗക്രമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമിക് ഗ്രാനുവൽ ഇപ്പോൾ ചെറിയ ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ ഏക്കർ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 to 10 കിലോ ആണ് ഒരു ഏക്കറിന് നമ്മൾ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. 5 കിലോ മുതൽ 10 കിലോ വരെയാണ് ഹ്യൂമിക്കിൻ്റെ ഗ്രാനുവൽ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഹ്യൂമിക്കിൻ്റെ ലിക്വിഡ് നോക്കുക, വലിയ ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ പെർ പ്ലാന്റ് 100 to 150 ഗ്രാം. ഇത് ഡയറക്റ്റ് ഈ ഗ്രാനുവൽ തന്നെയായിട്ട് ഇടാം, നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. അതുപോലെ സീഡ് ട്രീറ്റ്മെൻറ്റ്, നമ്മളിപ്പോൾ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിത്തുകളൊക്കെ ഈ മരുന്നിൻ്റെ അകത്തൊക്കെ മുക്കി വെച്ചിട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഹ്യൂമിക്കിൻ്റെ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ 5 മില്ലി മുതൽ 10 മില്ലി വരെ, അത് 1 കിലോയ്ക്ക് 5 മില്ലി മുതൽ 10 മില്ലി വരെ മതി. അത് നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് സീഡ് ഇട്ട് വെച്ചിട്ട് നമുക്ക് നടാവുന്നതാണ്. എന്താണ് പ്രത്യേകം വെച്ചാൽ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് അതിന് വേരുണ്ടായതുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ചേന നടുമ്പോൾ അല്ലെങ്കിൽ വാഴ നടുമ്പോൾ ചില ഇതൊക്കെ നമ്മൾ ഈ മരുന്നിൻ്റെ അകത്ത് മുക്കിയിട്ട് അല്ലെങ്കിൽ ചാണകമൊക്കെ കലക്കിയിട്ട് മുക്കിയിട്ട് നടുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഹ്യൂമിക് ലിക്വിഡ് നമുക്ക് ഉപയോഗിക്കാം. ഹ്യൂമിക് ലിക്വിഡും നമ്മുടെ അഗ്രി 82 പറ്റി ഞാൻ പറയാം. അഗ്രി 82 കൂടെ ചേർത്ത് നമുക്ക് അതിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്കിത് നടാൻ പറ്റും. ഡോസേജ് നോട്ട് ചെയ്തു, ഇത്രേ ഉള്ളൂ. ഏത് ട്രീറ്റ്മെൻറ്റിനും ഏത് തരം കൃഷിക്കും 10 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലി. അതിൻ്റെ അപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല. കറക്റ്റ് ആയിട്ടുള്ള ഡോസേജ് ആണ്. പ്രാക്ടിക്കലാണ് ഇത്, തിയററ്റിക്കൽ പ്രാക്ടിക്കൽ റിസൾട്ടാണ്. 10 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലിയാണ് ഡോസേജ്. ഏത് കൃഷി രീതിയാണെങ്കിലും, ഇപ്പം ഇനിയിപ്പോൾ വാഴയാണെങ്കിലും പ്ലാവാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞു ചെറിയ ചെടിയാണെങ്കിലും നെൽച്ചെടിയാണെങ്കിലും എല്ലാത്തിനും ഈ ഒറ്റ ഡോസേ ഉള്ളൂ. 10 ലിറ്ററിന് 15 മില്ലി, അതിൽ ഒരു ഡൗട്ടും വേണം. ഓക്കെ, സ്പ്രേയിങ് നോക്കിയാൽ ഇത് സ്പ്രേ ഫോളിയാർ ടെക്നോളജി, നമ്മൾ ഇലയിൽ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് 10 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലി വരെ കൊടുക്കാം. അതായത് 1 ലിറ്റർ വെള്ളത്തിന് 2 മില്ലി കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ 10 ലിറ്റർ വെള്ളത്തിന് 15 മില്ലി, അതായത് 1.5 മില്ലി ആണെങ്കിലും ബെസ്റ്റ് റിസൾട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ചിലവ് കുറയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനിൽ ഇത് വെള്ളം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചെടികൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഈ 2 പ്രൊഡക്റ്റ്, ഹ്യൂമിക്കിൻ്റെ ഈ 2 പ്രൊഡക്റ്റ് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും തന്നെ IMO സർട്ടിഫൈഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതാണ്. പ്യുവർ ബയോ പ്രൊഡക്റ്റ് ആണ്. ഓർഗാനിക് ഫാമിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റാണ് അഗ്രി 82. അഗ്രി 82ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് നാനോ ടെക്നോളജി വരുന്നുണ്ട്, ഒന്ന് നോർമൽ ടൈപ്പ് വരുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്നിൻ്റെ മോളിക്യൂൾസ് ചെറുതായിരിക്കും, തന്മാത്രകൾ ആ ലിക്വിഡിൻ്റെ തന്മാത്രകൾ ചെറുതായിരിക്കും, അതുകൊണ്ട് തന്നെ പച്ചവെള്ളം പോലെ ഇരിക്കും. മറ്റൊന്ന് നാനോ ടെക്നോളജി അല്ല, അതിന് ഇച്ചിരി കൊഴുപ്പുണ്ടായിരിക്കും. രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗ്രി 82ൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഹൈ ക്വാളിറ്റി സ്പ്രെഡറാണ്. സ്പ്രെഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഈ അഗ്രി 82 ചേർത്താണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഒരു തുള്ളി വെള്ളം എങ്ങും പോയി പറ്റി പിടിച്ചിരിക്കാതെ അത് നമുക്ക് ചെടിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആക്ടിവേഷൻ, നമ്മൾ കൊടുക്കുന്ന മരുന്നിനെ 30% ഇത് ആക്ടിവേറ്റ് ചെയ്യും. കൊടുക്കുന്ന മരുന്നിനെ 30% ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിന് വെറ്റിംഗ് ആക്ഷൻ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന മരുന്ന് ചെടിയുടെ സർഫസിൽ പോയി പിടിച്ചിരിക്കും. അതായത് ചേമ്പലയിൽ പോലും വെള്ളം പിടിക്കും. നമുക്കറിയാം ചേമ്പലയിൽ വെള്ളം പിടിക്കുക ഇല്ലെന്നുള്ളത്. ഇത് ആഡ് ചെയ്തിട്ടുണ്ട്, ചേമ്പലയിൽ പോലും വെള്ളം പിടിക്കും. ഇതിൻ്റെ ഡോസേജ് ഏത് ചെറിയ ചെടിയാട്ടെ വലിയ ചെടിയാട്ടെ ഏത് ചെടികൾക്കും ഒറ്റ ഡോസേജ് ഉള്ളൂ. ചെറിയ ചെടിക്ക് ഒരു ഡോസ്, വലിയ ചെടിക്ക് ഒരു ഡോസ് ഒന്നുമില്ല. ഇതിൻ്റെ ഡോസേജ് വരുന്നത് 10 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി. ഓക്കെ, 10 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി. ചെറിയ ചെടിക്കൊന്നും വാഴയ്ക്കൊന്നും ജാതി അങ്ങനെ ഒന്നുമില്ല, ഒരൊറ്റ ഡോസേജേ ഉള്ളൂ. ഇതിൻ്റെ ഡോസ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഡോസ് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ ഇല കരിയാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കാലമാണ്. മഴക്കാലത്താണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ചൂട് കാലാവസ്ഥയിൽ ഡോസേജ് ഒരിക്കലും കൂടി പോകരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ
ഇല കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോസേജ് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 10 ലിറ്റർ വെള്ളത്തിൽ 2.5 മില്ലി കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. 3 മില്ലി, മാക്സിമം 3 മില്ലി വരെ. ഓക്കെ, ഇത് നമുക്ക് ഏത് തരം ഓർഗാനിക് പ്രൊഡക്റ്റുകളുടെ കൂടുതലും കെമിക്കലായിട്ടുള്ള മരുന്നുകളുടെ കൂടുതലും എല്ലാം ചേർക്കാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അഗ്രി 82. നമുക്കിത് 5 ലിറ്ററിൻ്റെയും 1/2 ലിറ്ററിൻ്റെയും 100 മില്ലിയുടെയും ബോട്ടിൽസ് ആണ് നമുക്ക് വരുന്നത്. അടുത്ത ഒരു പ്രൊഡക്റ്റാണ് അക്വാജെൽ എന്ന് പറയും. അക്വാജെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പിള്ളേരൊക്കെ സ്നഗ്ഗിക്കകത്ത് ഒരു ജെല്ലി പോലുള്ളൊരു പ്രൊഡക്റ്റ്. അതിൻ്റെ വേറൊരു ഇത് കൃഷിക്ക് വേണ്ടിയുള്ള വേറൊരു ഫോർമേഷനാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിൽ നമ്മൾ ഇപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴോ അല്ലെ ചെടിയൊക്കെ നടുമ്പോഴോ നമുക്ക് മണ്ണിൻ്റെ കൂടുതൽ മണലിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് നമുക്ക് ചോട്ടിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ജെല്ലുകളും ആ ജെല്ലിൻ്റെ ഇപ്പോൾ ഒരു പഞ്ചസാരത്തരി പോലിരിക്കുന്ന ജെല്ലാണ്, അതിൻ്റെ 500 മടങ്ങ് വെള്ളത്തെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ഇപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം നനവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളം നിൽക്കും. 50% വരെ നമുക്ക് വെള്ളം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളങ്ങൾ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ വളങ്ങൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഈ വളങ്ങൾ ഇത് മണ്ണിൽ പിടിച്ചു നിർത്തും. ഇപ്പം പെട്ടെന്നൊരു മഴ വന്നു, അത് ഒഴുകി പോകാതെ ഇത് ആ വളത്തിനെ ചെടിയുടെ ചൂട്ടിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത്. നമുക്കിത് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത്, അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് സ്ഥലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ സാന്നിധ്യം 3 മാസമാണ് ഉണ്ടാവുക. 3 മാസം ഇത് മണ്ണിലുണ്ടാവും. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ഇത് മണ്ണിലേക്ക് ലയിച്ചു ചെയ്യും. പ്രധാനമായിട്ടും ചൂട് കാലാവസ്ഥയിൽ വേനൽക്കാലത്താണ് നമുക്കിതിൻ്റെ പ്രയോജനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻഡോർ നമുക്ക് വീടിനുള്ളിലൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും കൃഷി രീതികളോ അല്ലെങ്കിൽ ചെറിയ പ്ലാന്റുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് എപ്പോഴും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം വരെയൊക്കെ ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അവിടെ കിട്ടുന്നുണ്ടാവും. ഇതിൻ്റെ ഡോസേജ് വരുന്നത് സോയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ 1 ഏക്കറിന് 1 മുതൽ 2 കിലോ വരെ നമുക്ക് 1 ഏക്കറിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ മണലിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് ശേഷം നമുക്ക് വാരിയിട്ട് കൊടുക്കാം കൂടുതൽ ഏരിയ കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ, അടുത്തൊരു പ്രൊഡക്റ്റാണ് അഗ്രി ഗോൾഡ്. പേര് പോലെ തന്നെ ഇതൊരു ഗോൾഡ് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് മെയിൻ NPK, നൈട്രജൻ പൊട്ടാഷ്യം ഫോസ്ഫറസ്, ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ബാക്ടീരിയാസും ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇതിനുള്ളിൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അമിനോ ആസിഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് സ്ട്രോങ് ആവും, റൂട്ടിങ് നന്നാവും, വേര് സ്ട്രോങ് ആവും, ചെടിയുടെ മെറ്റാബോളിസം മെച്ചപ്പെടും, ചെടി നല്ല പച്ചപ്പാവും. അതുപോലെ തന്നെ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ 2 ഗുണമാണ്, വേരിനെ ആക്ടിവേറ്റ് ചെയ്യും, അതുപോലെ പൂക്കളുണ്ടാവും. ഇതിൻ്റെ ഡോസേജ് വരുന്നത് 10 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് 10 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാമാണ് ഡോസേജ്. സ്പ്രേ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ചെടിയുടെ ലീഫിൽ സ്പ്രേ ആയിട്ട് കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അത് എവിടെയാണെങ്കിലും ഏത് ചെടികൾക്കാണെങ്കിലും മാക്സിമം വെയിൽ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അത് നമ്മുടെ പ്രൊഡക്റ്റ് എന്നല്ല, മറ്റ് ഏത് ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും ചെടിക്ക് കൊടുക്കുന്ന ന്യൂട്രീഷൻ, കീടനാശിനികൾ അടിക്കുന്നതിന് നിങ്ങൾ നേരവും കാലവും നോക്കണ്ട, ഇപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, രാത്രിയിലോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, നോ പ്രോബ്ലം. പക്ഷെ ന്യൂട്രീഷൻസ്, ചെടിക്ക് വേണ്ട പോഷകങ്ങൾ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം വെയിൽ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഈ ചെടികളുടെ ഈ ഇലകളുടെ അടിവശത്ത് സ്റ്റൊമറ്റ എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പ്രേ കൊടുക്കുന്ന സമയത്ത് ഇലയുടെ അടിവശത്ത് വേണം കൊടുക്കാൻ കേട്ടോ. ഇലയുടെ മേളിവശത്ത് നമ്മൾ സ്പ്രേ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം അത് ജസ്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റം പോലെ തന്നെയാണ്, സൂര്യപ്രകാശം സെൻസ് ചെയ്യുക, അത് മാത്രമാണ് ഇലയുടെ മേളുവശത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലയുടെ അടിവശത്താണ് മെയിനായിട്ടും സ്റ്റൊമറ്റ എന്ന് പറയുന്ന പോർഷൻ ഉള്ളത്. ഈ പോർഷൻ വഴിയാണ് ന്യൂട്രീഷൻസ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഇലയുടെ അടിവശത്ത് വേണം നമ്മൾ സ്പ്രേ കൊടുക്കാൻ. അങ്ങനെ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് ചൂട് കൂടിക്കഴിഞ്ഞാൽ സ്റ്റൊമറ്റ ക്ലോസ് ചെയ്യും ചെടി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല വഴി വെള്ളം ലോസ് ആവുന്നത് തടയാൻ വേണ്ടി ക്ലോസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും അവിടെ വരിക. കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഏതുതരം ന്യൂട്രീഷൻസ് ചെടിക്ക് സ്പ്രേ കൊടുക്കുമ്പോൾ മാക്സിമം ചൂടാകുന്നതിന് മുമ്പ്, വെയിൽ ചൂട് വെക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഗ്രി ഗോൾഡിൻ്റെ ഡോസേജ് വരുന്നത് 10 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാമാണ് ഡോസേജ് നമുക്ക് സ്പ്രേ എടുക്കുക. ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ റിസൾട്ട് ആണ്. ഓക്കെ, 10 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാമാണ് സ്പ്രേ ആയിട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കൂടെ അഗ്രി 82 3 മില്ലി, 10 ലിറ്ററിന് 3 മില്ലി അഗ്രി 82 കൂടെ ചേർത്ത് വേണം കൊടുക്കാൻ, നിർബന്ധമാണ്. കാരണം അത് കറക്റ്റായിട്ട് ചെടികളിലേക്ക് എത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും.
ഇതിന്റെ ഒരു പ്രത്യേകത പ്ലാന്റ് ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ എൻവോൾമെന്റ് സ്ട്രെസ്, അതായത് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ മൂലം അല്ലെങ്കിൽ അവിടുത്തെ ആ ചുറ്റുപാട് മൂലം ചെടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഹീറ്റ് മൂലം, കോൾഡ് മൂലം, അതുപോലെ ഉപ്പിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിൽ ചെടികളുടെ ഗ്രോത്തിനെ ബാധിക്കും. അതിനെയൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അഗ്രി നാനോടെക്. നാനോ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻറ്റ് ഏകദേശം 12ഓളം ന്യൂട്രീഷൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അത് ബോറോൺ, സിങ്ക്, മഗ്നീഷ്യം, കൊബാൾട്ട്, മോളിബിഡിനം, അങ്ങനെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഫുഡ്. ചെടികളുടെ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊണ്ട് ചോട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെടി എടുക്കുന്നത് അതിൽ നിന്ന് NPK ന്യൂട്രീഷൻസ് എടുക്കും. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രീഷൻസ്, ഈ നമ്മുടെ ബോറോൺ, സിങ്ക്, മഗ്നീഷ്യം, കൊബാൾട്ട്, ഇത് രണ്ടുമാണ്. നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും അതിൽ നിന്ന് എടുക്കുന്നത് NPKയും മൈക്രോ ന്യൂട്രീഷൻസുമാണ്. അപ്പോൾ നമ്മുടെ ഒരു മൈക്രോ ന്യൂട്രീഷൻസിന്റെ ഒരു കാറ്റഗറിയാണ് അഗ്രി നാനോടെക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇത് ചെടിയുടെ പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള ഫ്രൂട്ടുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നാനോടെക്കിന്റെ ഉപയോഗക്രമം 10 ലിറ്റർ വെള്ളത്തിൽ 15 ഗ്രാം ആണ് ഡോസേജ് വരുന്നത്. 10 ലിറ്റർ വെള്ളത്തിൽ 15 ഗ്രാം ചേർത്ത് നമുക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാം. ഇലയിൽ നമുക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അഗ്രി പ്രോടെക്. എന്താണ് അഗ്രി പ്രോടെക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റമിക് കോൺടാക്റ്റുമായിട്ടുള്ള ഒരു ഓർഗാനിക് ഫംഗിസൈഡ് ആണ്. എന്താണ് സിസ്റ്റമിക് കോൺടാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ഇപ്പം എക്സാമ്പിൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ മുറിവ് വന്ന ഭാഗത്ത് ഓയിൽമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറിവ് കരിയും. ആ മുറിവ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഭാഗത്ത് എവിടെ വേണമെങ്കിലും മുറിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അഗ്രി പ്രോടെക്കിന്റെ പ്രത്യേകത ഇത് സിസ്റ്റമിക്കും കോൺടാക്റ്റുമാണ്. ഈ ഒരിടത്ത് മുറിവ് വന്നു, അത് നമ്മൾ ഓയിൽമെന്റ് വെച്ച് കഴിഞ്ഞു, അടുത്തടുത്ത് മുറിവ് വന്നു. അതേസമയം നമ്മൾ അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയെന്ന് വെച്ചു, കയ്യിൽ ഒരു മുറിവ് വന്നൊരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ഓൾ ബോഡിയാണ്, നമ്മുടെ ശരീരം ഫുള്ള് പ്രൊട്ടക്ട് ചെയ്യും. പിന്നീട് എവിടെയും മുറിവ് വരാനോ ചൊറിച്ചിൽ വരാനോ സാധ്യത കുറവാണ്. അപ്പോൾ അതേ സിസ്റ്റമാണ് ഇവിടെ. ഇത് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യും. ഒന്ന്, ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അവിടെ ഇത് ചെന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് ക്യൂർ ആക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റൊമറ്റ വഴി ചെടിയുടെ സെല്ലുകൾ വഴി ഉള്ളിൽ കയറി പോയിട്ട് ചെടികൾക്ക് ഫുള്ള് ആന്റിബയോട്ടിക് പ്രൊട്ടക്ഷൻ. നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഒരു പക്ഷേ ഇലയിലാവാം, പക്ഷെങ്കിൽ ഇത് വേര് വരെ ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, മെയിനായിട്ട് കാണുന്ന ഫംഗൽ ഡിസീസുകൾ, ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക്, അതായത് കീടബാധയല്ല, രോഗങ്ങൾ. എന്തൊക്കെ രോഗങ്ങൾക്ക് കാരണം മെയിൻ കുമിളുകളാണ് അല്ലെങ്കിൽ ഫംഗസ് ആണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇല കരിച്ചില്, ഇലയുടെ അറ്റം കരിഞ്ഞു പോകുന്നു, ഈ മുളക് ചെടിയുടെ ഒക്കെ ഇല ചുരുളുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ബെസ്റ്റ് റിസൾട്ട് ആണ്. നമുക്ക് വേറൊരു വലിയൊരു പ്രത്യേകതയാണ്, ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ഇലകരിച്ചിൽ കൂടും. ഇങ്ങനെ രാവിലെ മഞ്ഞുതുള്ളി വീണിട്ട് അവിടെ ഡ്രോപ്പ് ആയിട്ടിരിക്കും, വെയിലടിക്കുമ്പോൾ അവിടെ ഒരു ലെൻസ് എഫക്റ്റ് ഉണ്ടാവും. ലെൻസ് എഫക്റ്റ് ഉണ്ടായിട്ട് അവിടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇലകൾ ഇങ്ങനെ കുത്തുകുത്തായിട്ട് കരിയാൻ തുടങ്ങും, അവിടെ ഫംഗസ് വളരാൻ തുടങ്ങും. അപ്പൊ ആ ഇല കരിക്കുന്നതോടുകൂടി ആ ചെടിയുടെ ഗ്രോത്തും, ഇല പോയി കഴിഞ്ഞാൽ താഴെ നിന്ന് ന്യൂട്രീഷൻ വലിക്കാനുള്ളതും പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവും നഷ്ടപ്പെടും, അതുകൂടി ചെടിയുടെ ഗ്രോത്ത് പോകും. അപ്പൊ അതിനൊക്കെ ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതുപോലുള്ള കംപ്ലൈന്റുകൾക്ക്, ഫംഗസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡിസീസുകളെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. ഈ പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത, മറ്റു ഫംഗസിൽ ഒരുപാട് കെമിക്കലായിട്ടുള്ള ഫംഗിസൈഡുകളുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗിസൈഡുകൾ നമ്മൾ ചെടിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴുള്ള അസുഖം അങ്ങ് മാറും, അസുഖം വരാതെ നോക്കത്തില്ല. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, നമുക്കിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അസുഖം വരാതെ പ്രൊട്ടക്ട് ചെയ്യും, ചെടികൾക്ക് അഡ്വാൻസ് ചെയ്യാം, അസുഖം വരാതെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ നിലവിൽ എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും. ഓക്കെ, ഇന്ന് ഏറ്റവും കൂടുതൽ ചെടികളിൽ, സസ്യങ്ങളിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ, വെജിറ്റബിൾസിൽ വിഷാംശം വരാനുള്ള കാരണം നമ്മളെല്ലാം ഓർത്തിരുന്നത് പെസ്റ്റിസൈഡ്സ്, അതായത് ഈ പ്രാണികളെ കൊള്ളാൻ കീടനാശിനിയാണെന്നാണ് ഓർത്തിരുന്നത് അല്ലേ. അതിനേക്കാളും ഭീകരൻ അതിലുപയോഗിക്കുന്ന ഫംഗിസൈഡുകളാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഫംഗിസൈഡുകളാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫംഗിസൈഡിന്റെ പ്രത്യേകത പ്യുവർ ഓർഗാനിക് ആണ്, നാച്ചുറൽ ആണ്, യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. തന്നെ ഇത് ബാക്ടീരിയ ബേസ്ഡ് ആണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റ് കെമിക്കലുകളോട് പറ്റത്തില്ല, ഇത് തന്നെ വേണം സ്പ്രേ ചെയ്യാൻ. ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെടികളിൽ പോയി പിടിച്ചിരിക്കുന്നു, ചെടിയുടെ ഉള്ളിൽ കയറി ഫുൾ ഒരു ആന്റിബയോട്ടിക് പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഡോസേജ് വരുന്നത് ഇതൊക്കെ ഇതിന്റെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണാം, ആ റൗണ്ടിൽ കാണിച്ചു നമ്മൾ ഈ പാവല്, പയർ ഇങ്ങനെയുള്ള ഒക്കെ നട്ട് കഴിയുമ്പോൾ ജസ്റ്റ് അത് കയറി വന്നിരുമ്പോൾ തന്നെ ചോട്ടിൽ നിന്ന് തണ്ട് ഒരു വാടിയ പോലെ വന്നിട്ട് വീണു പോകും. ഇതൊക്കെ തന്നെ ഈ ഫംഗസിന്റെ ഒരു എഫക്റ്റ് ആണ്, മുളക് ചെടികൾക്ക് കാണുന്ന പ്രശ്നം. ഇതിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ സൊല്യൂഷൻ ആണ്, സ്പ്രേ ആയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഡോസേജ് 10 ലിറ്റർ വെള്ളത്തിൽ 25 ഗ്രാം ആണ് ഡോസേജ്. 10 ലിറ്റർ വെള്ളത്തിൽ 25 ഗ്രാം ആണ് ഡോസേജ്. നമ്മൾ ഇതൊരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ട് സിവിയർ കേസാണ്, അതിൽ കൂടുതലായിട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് 15 ദിവസങ്ങൾക്കുള്ളിൽ റിപ്പീറ്റ് വീണ്ടും ഒന്നുകൂടെ സ്പ്രേ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് ആണ്. റെഗുലർ ആയിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ അളവ് കുറയ്ക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുന്നിടത്ത് 10 ലിറ്റർ വെള്ളത്തിൽ 25 ഗ്രാം ആണ് ഡോസേജ്.
സിവിയർ കേസാണെങ്കിൽ ഒരുപാട് കംപ്ലൈൻ്റ് ഉള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ 15 ദിവസത്തിന് ശേഷം റിപ്പീറ്റ് ഒന്നുകൂടെ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 10 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം മതി. ഓക്കെ, ഇത് നമുക്ക് വലിയ കൃഷികൾക്ക് ഇപ്പം ഒരു വർഷം 2 വർഷങ്ങൾ നിൽക്കുന്ന ചെടികളൊക്കെയാണ്. ഇപ്പൊ ചെറിയ ഈ പയറ് പാവല് പോലാണെങ്കിൽ അധികം വർഷങ്ങൾ നിൽക്കുന്ന ചെടികളാണെങ്കിൽ നമുക്കിത് മെയിനായിട്ടും ഏറ്റവും കൂടുതൽ 2 പ്രാവശ്യം വർഷത്തിൽ നമുക്ക് കൊടുക്കാം. ഒന്ന് വേനലിന് മുമ്പും ഒന്ന് മഴയ്ക്ക് മുമ്പും, അസുഖങ്ങൾ വരാതെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അടുത്തൊരു പ്രൊഡക്റ്റാണ് അഗ്രി മോസ് എന്ന് പറയും. ഇത് മെയിനായിട്ടും ഒരു അമിനോ ആസിഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് വളരെ ഫാസ്റ്റായിട്ട് പൂവ് ഉണ്ടാകാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ഫ്ലവറിങ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മോസിന്റെ ഒരു പ്രത്യേകത. ഇതുണ്ട്, ഇത് ഒരുപാട് ഇതിന്റെ മെയിൻ കേസ് ഇത് ഫിക്സിങ് ഫ്ലവറിങ് ഡ്രോപ്പ്, അതായത് പൂ കൊഴിച്ചിൽ തടയും. ഇപ്പൊ ജാതി, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പാവല്, ചില ഇതിന് പൂക്കളുണ്ടാകും, പക്ഷെ ആ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതെ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇംപ്രൂവ് ഫ്ലവറിങ് ഇൻ ക്രോപ്പ്, അതായത് ചെടികളിൽ ഫ്ലവറിങ്ങുകൾ പൂക്കൾ ഉണ്ടാകുന്നതിന് ഇത് കൂടുതലാക്കി മെച്ചപ്പെടുത്തും. പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു രീതി വളരെ കൂടുതലായിട്ടുണ്ടാവും, അതായത് വളരെ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പൂവിൽ നിന്നും കായിലേക്കുള്ള ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ, അത് വളരെ ഫാസ്റ്റാണ്. ഓക്കെ, ഒരു പൂ ഉണ്ടായിട്ട് അതിൽ നിന്നും ഫ്രൂട്ടായി മാറാനുള്ള ആ ഒരു കഴിവിനെ ഇത് വളരെ പെട്ടെന്ന് കൂട്ടും. അതുപോലെ തന്നെ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും കൂടുതൽ കായകൾ ഉണ്ടാകാനും ഒക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യും. ഇതിന്റെ ഡോസേജ് 10 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലിയാണ്. 10 ലിറ്റർ വെള്ളത്തിൽ 15 മില്ലിയാണ് ഡോസേജ്. ഇതിന്റെ എല്ലാം കൂടെ നമ്മുടെ അഗ്രി 82 യൂസ് ചെയ്യണം. അഗ്രി 82 സ്പ്രേ ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻസ് നമുക്ക് നോക്കാം. വളരെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ലൈഡ്. നോക്കിയിട്ടുണ്ടെങ്കിൽ ലാൻഡ് പ്രിപ്പറേഷൻ, അതായത് നമ്മൾ മണ്ണ് ഒരുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിലം ഒരുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കാം. 1 ഏക്കറിന് 5 മുതൽ 8 കിലോ വരെ ഹ്യൂമിക് ഗ്രാനുവലും അതിൻ്റെ കൂടെ 1/2 കിലോ അഗ്രി പ്രോട്ടക്, അതിൻ്റെ കൂടെ തന്നെ 1 കിലോ മുതൽ 2 കിലോ വരെ നമ്മുടെ അക്വാ ജെല്ലും ഏകദേശം 160 ml അഗ്രി 82 കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ആ ലാൻഡിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. 1, അവിടെ നടുന്ന ചെടികൾക്ക് കുമിൾ രോഗങ്ങൾ വരികയില്ല. 2, അവിടെ എന്തെങ്കിലും pH സംബന്ധമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസിഡിക് ലെവൽ ഉണ്ടെങ്കിൽ അത് മാറി അത് മണ്ണ് ന്യൂട്രായി ആൽക്കലൈൻ ലെവലിലേക്ക് മാറും മണ്ണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, അക്വാ ജെല്ല് മണ്ണിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടും. മറ്റൊന്ന് അഗ്രി 82 മണ്ണിന്റെ വെള്ളത്തെ സ്വീകരിക്കാനുള്ള കഴിവ് കൂട്ടി വളരെ ഫാസ്റ്റായിട്ട് വായു സഞ്ചാരം ഉള്ളതാക്കി ചെടിയെ മാറ്റും. ഇതൊരു കോമ്പിനേഷനാണ് നമ്മൾ മണ്ണ് തയ്യാറാക്കുന്ന സമയത്ത്. അതുപോലെ രണ്ടാമത് സ്റ്റേജ് 2 സീഡ് ട്രീറ്റ്മെന്റ്, നമ്മൾ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് ഹ്യൂമിക് ലിക്വിഡും അഗ്രി പ്രോട്ടക്കും കൂടി ചേർത്ത് കോമ്പിനേഷനായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ ആ സീഡിൽ മിക്സ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ആ സീഡ് മുളച്ച് വരുന്നുണ്ടാവും. അതിന് അസുഖങ്ങൾ വരാതെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അടുത്തത് സ്റ്റേജ് 3, നമുക്ക് ആ ചെടി വളർന്നു വരുന്ന സമയത്ത് ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് കൊടുക്കേണ്ടതാണ് ഹ്യൂമിക് ലിക്വിഡും ഈ നാനോടെക്കും. അതുപോലെ തന്നെ അഗ്രി 82 കോമൺ ആണ്. ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെടി ഗ്രോത്ത് ആവും. മുളച്ചു വരുന്ന ചെടി വളരെ ഫാസ്റ്റ് ആയിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മളത് കിളുത്ത് വന്നതിന് ശേഷം ഒന്നെങ്കിൽ പറിച്ച് നട്ടതിന് ശേഷം ഒരു 20 to 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അടുത്തത് പ്രീ ഫ്ലവറിങ്ങിന് മുമ്പ് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അഗ്രി മോസും പ്ലസ് അഗ്രി 82. ഫ്ലവറിങ്ങിന് തൊട്ട് മുമ്പ് ചെടിയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ പൂ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സ്റ്റേജ് 4 ആണ്. ഇനി സ്റ്റേജ് 5, അതായത് പോസ്റ്റ് ഫ്ലവറിങ്ങിന് ശേഷം അഗ്രി നാനോടെക് അഗ്രി 82 കോമ്പിനേഷൻ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ വരുന്ന ഫ്ലവർ വന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഫ്രൂട്ട് നല്ല വലിപ്പമുള്ളതും തൂക്കമുള്ളതും കളറുള്ളതുമായിട്ട് മാറുന്നുണ്ടാവും. താങ്ക് യു. അപ്പോൾ ഇതാണ് ബേസിക്കലി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഷനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. എസെൻഷ്യൽ ന്യൂട്രീഷൻസിനെ പറ്റി അങ്ങനെയല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ വിന്നിംഗ് ടീം നമുക്ക് ഇതിന്റെ കൂടുതൽ ട്രെയിനിങ്സും ടീച്ചിങ്സും തരും. എല്ലാവർക്കും ഇതിലൂടെ വലിയൊരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു വെൽ. താങ്ക് യു. ജയ് സർ, താങ്ക് യു വെരി മച്ച്. ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സിനെ പറ്റി എപ്പോഴും പറയാറുണ്ടല്ലോ. ജയ് സാർ തന്ന വണ്ടർഫുൾ ആയിട്ടൊരു ക്യാപ്സ്യൂളാണ്. കേട്ടോണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും അതിനെപ്പറ്റി കുറച്ചൊക്കെ ധാരണ കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഇൻപുട്സ് കിട്ടിയിരുന്നു, പുതിയതായിട്ടുള്ള ഇൻപുട്സ്. കൂട്ടത്തില് നമുക്ക് പലതും ചോദിക്കാനും ഉണ്ടാവും. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് വിന്നിംഗ് ടീം ആൻഡ് യു ടുഗദർ ഒന്ന് ഓർഗനൈസ്ഡ് ആയിക്കൊണ്ട് ഒരു ഡീറ്റെയിൽഡ് സെഷൻ, ഒരു മിനിമം 2-3 hours ഒരു സെഷൻ ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. നാച്ചുറലി നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. എനിവേ ഇറ്റ് വാസ് എ വണ്ടർഫുൾ. ഇത്ര ചെറിയൊരു സമയം കൊണ്ട് ഇത്രയും ഡിഫിക്കൽട്ട് സബ്ജക്ട് ഇത്ര മനോഹരമായിട്ട് പ്രതിപാദിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ജസ്റ്റ് റിയലി ഓസം. എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ആ സാധ്യതയെ പറ്റി ഒരു ധാരണ അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഓൾറെഡി കുറച്ച് ഷെഡ്യൂളിന് മുമ്പിലേക്ക് ആയിട്ടുണ്ട്. സാറിന് അപ്രീസിയേഷൻ ധാരാളം ഫോറിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് once again, thank you very much and have a great day and a great future. Good day to everyone. ഫസ്റ്റ് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. സാർ അവിടുന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കോ? എനിക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. ക്ലോസ് മീറ്റിംഗ്. ഇതിന് പെർമിഷൻ ഇല്ല. ഓക്കെ.